കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ നടത്താറുണ്ട്, ശരിയല്ലേ? കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ നടത്തും. കമ്പനിയിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ സ്റ്റാഫിനൊക്കെ പഠിപ്പിക്കും. വേറൊരു കാര്യം കൂടി പഠിപ്പിക്കണം, എങ്ങനെ പിരിഞ്ഞു പോകാന്നുള്ളത്. എങ്ങനെ മനോഹരമായി പിരിഞ്ഞു പോകാം പൊതുവെ പഠിപ്പിക്കാറില്ല. നന്നായി പിരിഞ്ഞു പോകണം. ചില ഏതൊരു സിനിമയിലല്ലേ ഇങ്ങനെ കമ്പനി നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ മുദ്രാവാക്യൊക്കെ വിളിച്ചിട്ട് മോഹൻലാലും ശ്രീനിവാസനൊക്കെ നാടോടിക്കാറ്റിൽ അങ്ങനെ പോരുത്. സന്തോഷത്തോടു കൂടി പോകണം. അയാൾ പോകുമ്പോൾ നമുക്ക് സങ്കടം വരണം, നമുക്കും അയാൾക്കൊക്കെ സങ്കടം വരണം. പോകുന്നുള്ളതെന്നുള്ള സങ്കടം വരണം. പിന്നെ നല്ലൊരു കാര്യത്തിനാണല്ലോ പോണ് എന്നുള്ള സന്തോഷത്തിൽ എല്ലാവരുമായിട്ട് യാത്രയപ്പ് കിട്ടിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. യാത്രയപ്പ് കിട്ടുമ്പോണ്ടല്ലോ പലതും അന്ന് കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു സംഗതിയുണ്ട്. പണ്ട് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ എല്ലാ ജോലിക്കാരെയും ചീത്ത പറയുന്ന ഒരു മനുഷ്യൻ, അതിലൊരു ഉദ്യോഗസ്ഥനാണ്, വലിയ ഉദ്യോഗസ്ഥൻ. എല്ലാവരും ചീത്ത പറയും. അപ്പോൾ യാത്രയപ്പാണ്. ലാസ്റ്റ് അയാൾ പിരിഞ്ഞു പോവുക. അപ്പോൾ എല്ലാവരും ഈ പിരിഞ്ഞു പോകുമ്പോൾ അയാളെക്കുറിച്ച് ആരെക്കുറിച്ച് നല്ലതേ പറയൂ പൊതുവെ. അപ്പോൾ സാറ് വളരെ കാരുണ്യവാനാണ്, എല്ലാവരും തെറി പറഞ്ഞിരുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇവർ വന്നിട്ട് പ്രസംഗിക്കുക, സാറ് ഭയങ്കര സ്നേഹമാണ്, അത് ഇത്. അപ്പോൾ ഈ ആൾക്ക് അത്ഭുതമായി, ഞാനോ എന്ന് പറഞ്ഞാൽ അങ്ങനെ. പിന്നെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല. മൂപ്പരിങ്ങനെ ചായ കുടിക്കുന്ന, എല്ലാവരും കൂടി ചായ കുടിക്കുന്നു. അപ്പോൾ പ്യൂണിനെ വിളിച്ചു, ഹലോ നിങ്ങൾ ഇത്രയും സ്നേഹമുള്ളവരാണല്ലേ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഒരു സോറി പറയാണ്, എല്ലാവർക്കും വേണ്ടി നിങ്ങളോട് സോറി പറയാണ്, സോറി കേട്ടോ, ചീത്ത പറഞ്ഞതിനൊക്കെ സോറി എന്ന് പറഞ്ഞപ്പോൾ പ്യൂണ് അയാളുടെ കൈ പിടിച്ചിട്ട്, സാറേ എൻ്റെ വകയും സോറി. അപ്പോൾ അയാൾ വെച്ച്, താനെന്തിനാ എന്നോട് സോറി പറയണേ? അല്ല സാറേ, സാർ ഓരോ പ്രാവശ്യം എൻ്റെ അച്ഛനെ വിളിക്കുമ്പോഴും സാറിന് തരുന്ന ചായയിൽ തുപ്പിയിട്ടാണ് ഞാൻ തരാറ്. സാറ് കുടിച്ചാൽ പതയുണ്ടല്ലോ, അത് പതയല്ല, കൊടുത്തതേ കിട്ടുള്ളൂ കമ്പനി. അപ്പോൾ കമ്പനി നമ്മൾ സ്റ്റാഫിനുണ്ടല്ലോ, നിങ്ങൾ പിന്നെ ഒരിക്കലും ചൂടാവാൻ പാടില്ലാത്ത കുറച്ച് മനുഷ്യന്മാരുണ്ട്. ആരെന്നറിയോ? ഒന്ന് സപ്ലയർ, ഇത് കൊണ്ടുപോയിട്ട് മാറ്റിയിട്ട് എടുത്ത് പോകാറും, ഇതുപോലെ ഫുഡാണോ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അവിടെ പോയിട്ട് എന്താ അതിന് സംഭവിക്കണമെന്ന് ദൈവത്തിന് അറിയാം. എല്ലാവരും ഇല്ല, എല്ലാവരും ഇല്ല. ചൂടാവോ? സാറിൻ്റെ നിരന്തരം ചൂടാവാറുണ്ട്. താങ്കളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം തന്നെ അവരുടെ ചൂടാവരുത്. കാരണം ഈ കാരണം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം കുറച്ച് നേരത്തേക്ക് അപ്രത്യക്ഷമായിട്ട് പോകും. അവിടെ എന്തും ചെയ്യാം. സപ്ലൈമാർ ചെയ്യുന്നല്ലോ പറഞ്ഞ മെയിൻ പോയിന്റ് ഇതാണ്, നമ്മുടെ എംപ്ലോയീസിനെ പിരിഞ്ഞു പോകാൻ കൂടി പഠിപ്പിക്കണം, അല്ലേ? മാന്യമായിട്ട് പിരിഞ്ഞു പോട്ടെ, ഇഷ്ടത്തോടു കൂടി സന്തോഷത്തോടു കൂടി രക്ഷപ്പെട്ടെന്നുള്ള രീതിയിൽ പിരിഞ്ഞു പോട്ടെ. ഓക്കെ. പിന്നെ നമ്മളെക്കാൾ വളർന്ന എംപ്ലോയി ആണെങ്കിൽ പിരിഞ്ഞു പോകാൻ സമ്മതിക്കരുത്, അവനെ പാർട്ട്ണർ ആക്കണം.